ചില വേഷങ്ങളൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ ലോകത്ത്? ഇല്ല അല്ലെ? ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? ഇല്ല അല്ലെ? റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഫിജിക്കാട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത ഒരു പെർഫോമറാണ് ഈ രീതിയിലേക്ക് വരുന്നത്. കാരണം ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ റാങ്ക് അനുസരിച്ച് ഇന്ന് ഈ പ്രോഗ്രാമിൽ MC ചെയ്യേണ്ട ആളല്ല. എന്നാൽ ഫിജിക്കാട്ട് പവർഫുൾ ട്രെയിനർ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഫിജിക്കാട് ഓപ്പർച്യൂണിറ്റിയിലൂടെ വലിയ ലീഡർഷിപ്പിലേക്ക് എത്തിച്ചു. റിയൽ ലീഡേഴ്സ് വാണ്ട് ടു ക്രിയേറ്റ് മോർ ആൻഡ് മോർ ലീഡേഴ്സ്. അത്തരത്തിൽ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് എനിക്ക് ഒരു റെസ്പെക്ട് കൂടിയുണ്ട്. കാരണം ഒരു പക്ഷേ അങ്ങനെ ഒരു ലീഡർ MC ചെയ്യണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു NSCM അല്ലേ ഞാൻ അത് ചെയ്യണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ലീഡർഷിപ്പ്? ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് ഈഗോയുടെ 1% പോലും ഇല്ലാതെ ഇന്ന് ഈ പ്രോഗ്രാമിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കി മാറ്റിയ നമ്മുടെ റെസ്പെക്ടഡ് നാഷണൽ സെയിൽസ് ടീം മാനേജർ മിസ്റ്റർ പ്രവീൺ. സ്റ്റേജ് ചെയ്യാൻ മുൻപോട്ട് വന്നതിന് ഒരു പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് മൂന്ന് മിനിറ്റ് DJ അവിടെ റെഡിയാണ്. ഇവിടെ ഈ പ്രോഗ്രാമിൽ ഇപ്പോ ഇവിടെ MC ആയിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് പഴമയുടെ ഓർമ്മകളിലേക്കും ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായി കോച്ചയുടെ കയ്യിൽ നിന്ന് ഒരു എന്താ പറയാ ഈ പൊന്നാട കിട്ടിയത്. പൊന്നാട കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് 2018 നമ്മുടെ തമന്ന പാട്ടിയ വന്ന നമ്മുടെ ഇവന്റ് നടന്ന വേദിയാണ്. അന്നും ഞാനാണ് MC. അന്ന് MC പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതുപോലെ തന്നെ അന്ന് വേറൊരു മാറ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി MC ചെയ്തു. നന്ദി പറയുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരെയും നന്ദി പറയേണ്ട ആൾ മറന്നുപോയി. പക്ഷെ അതെനിക്ക് ആദ്യത്തെ അനുഭവമില്ലാത്തതുകൊണ്ട് ഞാനത് ായതുകൊണ്ട് കുഴപ്പമുണ്ടായി. അങ്ങനെ ഞാൻ ചമ്മി നാറി അവിടെ മാറി നിൽക്കുന്നത് വേറെ ആരും കണ്ടില്ല, കോച്ചെ കണ്ടു. കോച്ചെ അപ്പം തന്നെ പറഞ്ഞു ഒരു പൊന്നാട കൊണ്ടുവരാൻ പറഞ്ഞു. പൊന്നാട കൊണ്ടുവന്നു. അത് അദ്ദേഹം എനിക്ക് അണിയിച്ചു തന്നത് ഒരു സ്പെഷ്യൽ രീതിയിലായിരുന്നു. അതിങ്ങനെ കഴുത്തിന് കൊണ്ടുകൂടെ ഇങ്ങനെ ചുറ്റി വലിയൊരു സ്റ്റൈലിലൊക്കെ എൻ്റെ പ്രൊഫൈൽ വീഡിയോയിലൊക്കെ ഞാൻ അത് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ഗുണമുണ്ടായത് നാട്ടിലൊക്കെ ഇപ്പൊ എല്ലാവരും വിചാരം ഞാനും കോച്ചൊക്കെ ഭയങ്കര ചങ്കമാണ്. ഈ വീഡിയോയിലൊക്കെ കാണാം. എന്നെ കാര്യത്തിലേക്ക് വരാം. ഫിജിക്കാട്ട് എനിക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ 4 ജീവിതം തന്നു. ഒന്ന് എന്റെ പേഴ്സണൽ ലൈഫ്. കൊറോണ വന്ന് ലോകം മുഴുവൻ തളർന്ന് തരിപ്പണം അടിച്ചു നിൽക്കുന്ന സമയത്ത്, ഇൻകം ഇല്ലാതെ നിൽക്കുന്ന സമയത്ത്, ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ടം വന്നാലല്ലേ ട്രെയിനർക്ക് ജോലിയുള്ളൂ. അങ്ങനെ ആൾക്കൂട്ടം വരാൻ പറ്റാത്ത ഒരു കാലത്ത് എന്റെ കുടുംബം നോക്കിയത് ഫിജിക്കാട്ട്.com ആയിരുന്നു. എനിക്ക് പേഴ്സണൽ ലൈഫ് തന്നത് ഫിജിക്കാട്ട്.com ആയിരുന്നു. അന്ന് ഫിജിക്കാട്ട്.com ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഇന്നിവിടെ ബഹളം വയ്ക്കാൻ പ്രവീൺ ചെറിയത്ത് ഉണ്ടാവില്ല. കാരണം തീരുമാനമായിട്ടുണ്ടാവും. പട്ടിണി ഇരുന്ന് മരിക്കുമല്ലോ. രണ്ടാമത്തെ ലൈഫ് എന്ന് പറയുന്നത് ഐ ഗോട്ട് മൈ ഫാമിലി ലൈഫ്. കാരണം കുടുംബത്തെ കൂട്ടുപിടിച്ച് കുടുംബത്തിന്റെ മുന്നിൽ അഭിമാനത്തോടു കൂടി കൊറോണ സമയത്ത് ഒരു ടെൻഷനും കൂടാതെ എല്ലാവരുടെ വീട്ടിലും കൊറോണ സമയത്ത് ടെൻഷൻ അടിച്ച് ഇനി എന്താണ് മുന്നോട്ട് പോകാൻ എന്താ മാർഗം ആലോചിക്കുന്ന നേരത്ത് എന്റെ വീട്ടിൽ പെയിന്റ് പണി നടക്കുകയായിരുന്നു. എന്റെ വീട്ടിൽ ഗാർഡന്റെ വർക്ക് നടക്കുകയായിരുന്നു. ഇതൊക്കെ ചെയ്തു തന്നത് ഫിജിക്കാട്ട്.com ആണ്. എന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തത് ഫിജിക്കാട്ട്.com. മൂന്നാമത് എനിക്ക് തന്നത് പ്രൊഫഷണൽ ലൈഫ്. തൃശ്ശൂരും കോഴിക്കോടും എറണാകുളത്തും മാത്രം കളിച്ച് നടന്ന പ്രവീൺ ചെറിയത്ത്. പിന്നെ കുറേയൊക്കെ ഉള്ളവർക്ക് വിദേശ രാജ്യങ്ങളാണ്. എക്സ്പീരിയൻസ് ഒക്കെ ഈ പറഞ്ഞ പോറാണ്. ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലോട്ട് അറിയാൻ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താൻ എന്റെ പ്രൊഫഷണൽ ലൈഫിനെ എക്സ്പാൻഡ് ചെയ്തത് ഫിജിക്കാട്ട്.com ആണ്. നാലാമത്തെ എനിക്ക് തന്ന ലൈഫ് എന്റെ സോഷ്യൽ ലൈഫ്. ഇന്ന് സോഷ്യൽ മീഡിയയിലായാലും എവിടെ ചെന്നാലും ആളുകൾ എന്നെ കാണുന്നു, എന്റെ അടുത്ത് വന്നു, കൈവരുന്നു, ഷെയ്ക്കൻഡ് തരുന്നു, ചിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സോഷ്യൽ ലൈഫും തന്നത് ഫിജിക്കാട്ട്.com ആണ്. അതുകൊണ്ട് ഏത് കൊമ്പൻ ഫിജിക്കാട്ട് വിട്ടുപോയാലും പ്രവീൺ ചെറിയത്ത് ഇവിടെ തന്നെ ഉണ്ടാവും. പ്രവീൺ ചെറിയത്തിന്റെ മുന്നിൽ ഒറ്റ കമ്പനിയുള്ളൂ, അത് ഫിജിക്കാട്ട്.com ആയിരിക്കും.
ഇന്നും ഇന്നലെ നാളെ എന്തൊക്കെ വലിയ സുനാമി ഇവിടെ വന്നടിച്ചാലും ഞാൻ ഉണ്ടാവും ഇവിടെ. ഇതുപോലെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അടിക്കപ്പെടുന്ന മ്യൂസിക്. താങ്ക് യു വെരി മച്ച്. Thank you so much. So we are going towards the last person that will say three marriages. നമുക്കുള്ളത് 10 പേരായിരുന്നു. ആ 10 പേരിൽ ഇനി ലാസ്റ്റ് ആള് സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. വിളിക്കുന്നു, പക്ഷേ he is the first person. ആദ്യം